അപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കാണുമ്പോഴേ ഇതിനിടയിൽ നല്ലൊരു കൊച്ചു വീട് വെച്ച് ഇങ്ങനെ താമസിക്കുക, ഒരല്പസമയം പോയിട്ട് റിലാക്സ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചിലപ്പോ തോന്നാറില്ലേ? ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ അമ്മ പറഞ്ഞോളൂ ഈ സ്ഥലമൊക്കെ കാണും, മറ്റേ ഡയലോഗ് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ മറ്റേടത്ത് കിണറ്റിലിടാന്ന് പറഞ്ഞു. ആന്റിയുടെ മനസ്സ് ഞാൻ വായിച്ചു, അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിയത്. എന്താ ഇതിൽ എന്റെ നിലയിലല്ലേ വരാൻ പോണത്. അമ്മയുടെ ഓരോരോ ആഗ്രഹങ്ങൾ. മോളെ, അമ്മയ്ക്ക് ഒരു ചെറിയ വീട്, കുറെ മരങ്ങൾക്കിടയിൽ സെന്റ് തുടങ്ങിയപ്പോ 50 സെന്റ് വരെ എത്തി നിൽക്കുള്ള ആഗ്രഹങ്ങൾ അതിന് നീ വിഷമിക്കണ്ട. വീട് വെക്കാൻ നേരത്തെ ബൈറ്റ് ഹോംസ് ഫോറിന് മാത്രം ആലോചിച്ചാൽ മതി. ബൈറ്റ് ഹോംസ് ഫോറിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്ക് ഏതാണോ നമുക്ക് വീട് വെക്കേണ്ട ഒരു ടാർഗറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ അതിന്റെ നേരെ പകുതി പൈസ വെച്ച് മാത്രം നമുക്ക് വീട് പണി തുടങ്ങാം. ബാക്കി പകുതി പൈസ നമുക്ക് 50 മാസങ്ങളായിട്ട് തവണകളായിട്ട് മാത്രം പിന്നെ അടച്ചു കൊടുത്താൽ മതി. അത് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ്. പിന്നെ നമുക്കിപ്പോ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതെല്ലാം അവർ ഫ്രീ ആയിട്ട് നമുക്ക് വീടിന്റെ പ്ലാൻ എല്ലാം അവർ തരും. പിന്നെ മൂന്നാമത്തെ അവരുടെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പം സൈറ്റിൽ ലൈവായിട്ട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇവർക്ക് ഒരു ആപ്പ് ഉള്ളത് ആപ്പ് ത്രൂ നമുക്ക് ലൈവായിട്ട് സൈറ്റിലത്തെ കാര്യങ്ങളെല്ലാം ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാമറ ത്രൂ നമുക്ക് അവിടുത്തെ പണികളും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വളരെ നല്ലൊരു ഇതാണ് ബൈറ്റ് ഹോംസ് ഫോർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അമ്മയുടെ മനസ്സിലെ വീടെന്ന സ്വപ്നം അമ്മ നമുക്ക് ഗ്രേസിനെ കൊണ്ട് നടത്തിപ്പിക്കണം. ബൈറ്റ് ഹോംസ് ഫോർ ഉണ്ട് കൂടെ സപ്പോർട്ടിനായിട്ട്.